ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ഐസ്ക്രീം റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ കസ്റ്റാർഡ് പൗഡറാണ് വേണ്ടത്. ഞാൻ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് മാറ്റിവെച്ചതിന് ശേഷം മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പാല് അടുപ്പിൽ വെച്ച് നല്ല ചൂടായ സമയത്താണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കസ്റ്റാർഡ് നല്ലതുപോലെ ഒന്നുകൂടി കലക്കണം. കട്ടകളുണ്ടെങ്കിൽ നല്ല മിക്സാകാൻ വേണ്ടിയാണ്. ശേഷം ഇത് പാലിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു ബേസ് മാത്രമാണ് ചെയ്തത്. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനിവിടെ ഫിയോണ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമും ഉപയോഗിക്കാം. ഫിയോണയാണ് ഏറ്റവും നല്ലത്. ഞാൻ 1 കപ്പ് അളവിലാണ് ക്രീം എടുത്തത്. ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്രീമി ടെക്സ്ചർ ആവുമ്പോൾ തന്നെ ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുക്കാൻ മാറ്റിവെച്ച കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു നല്ല കണ്ടെയ്നറിൽ ഒഴിച്ച് അടച്ച് വയ്ക്കാം. ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഐസ്ക്രീം നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു സ്കൂപ്പർ ഉപയോഗിച്ച് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പ് ചെയ്യുന്നതിന് മുമ്പേ 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ചിട്ട് വേണം സ്കൂപ്പ് ചെയ്യാൻ. എന്നാലേ സോഫ്റ്റായിട്ട് സ്കൂപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു ബൗളിലേക്ക് ഐസ്ക്രീം വെച്ചതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.